ലൈംഗിക പീഡന കേസിൽ മുകേഷ്, മണിയമ്പിള്ള രാജു, അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് സർക്കാർ. പ്രതികളെ കസ്റ്റഡിയിൽ വേണം എന്നാണ് പോലീസിന്റെ ആവശ്യം. കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നാളെയും വാദം തുടരും. കേസുകളിൽ ഇടവേള ബാബു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും സിദ്ദിഖ് ഹൈക്കോടതിയിലും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. പരാതിക്കാരിക്ക് മറ്റൊരു മുഖമുണ്ടെന്നും മൊഴിയിൽ വ്യക്തതയില്ല എന്നുമാണ് സിദ്ദിഖിന്റെ വാദം. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പ്രധാനമായും നടന്ന വാദം മുകേഷിന്റെയും മണിയമ്പിള്ള രാജുവിന്റെയും അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയായിരുന്നു. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു വാദം. പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത സർക്കാർ കസ്റ്റഡി ആവശ്യം കോടതിയിൽ ഉന്നയിച്ചു. പക്ഷേ അതിന്റെ വാട്സപ്പ് ചാറ്റുകൾ, ഫോൺ കോൾ രേഖകൾ, അതോടൊപ്പം മാധ്യമങ്ങളിൽ വന്ന പരാതിക്കാരുടെ പ്രതികരണങ്ങൾ എന്നിവ മുദ്രവെച്ച കവറിൽ മുകേഷിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഇന്ന് കോടതി ഈ വിഷയത്തിൽ വാദം പൂർത്തിയാക്കിയില്ല. നാളെ വീണ്ടും വാദം തുടരും. അതിനുശേഷമായിരിക്കും ഇതിലൊരു വിധി പറയുന്നത്. അതേസമയം ഇന്ന് ഇടവേള ബാബു പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ഈ ഹർജിയുമായി എത്തി. സെഷൻസ് കോടതി ഇന്ന് ഹർജിയുമായി എത്തി. അത് മുൻകൂർ ജാമ്യ ഹർജിയാണ് ഇടവേള ബാബു സമർപ്പിച്ചത്. സിദ്ദിഖ് ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യ ഹർജിയുമായി സമീപിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട കോടതി വാർത്തകൾ ഇന്നുണ്ടായത് ഇതാണ്. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.